ഹായ് ഓൾ, വേർഡ് എംബഡിങ്സ് എന്താണെന്ന് നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം. നമ്മളൊരു ടെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ചെയ്യാൻ പോകാമെന്ന് വിചാരിക്കാം. അതായത് നമ്മുടെ കയ്യിൽ ഒരു കുറച്ച് സെറ്റ് ഓഫ് ടെക്സ്റ്റ് ഡോക്യുമെൻറ്റ്സ് ഉണ്ട്. അതായത് ഇപ്പോൾ അതൊരു ഇമെയിൽ ഡേറ്റ ആയിരിക്കാം. അപ്പോൾ ആ ഇമെയിൽ ഡേറ്റയെ നമ്മൾ സ്പാം ആണോ നോൺ സ്പാം ആണോ എന്ന് ക്ലാസിഫിക്കേഷൻ ചെയ്യണം. അപ്പോൾ ഈ ഒരു പ്രോസസ്സിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഒരു മെഷീൻ ലേണിംഗ് അൽഗോരിതം ചൂസ് ചെയ്യാമെന്ന് വിചാരിക്കാം. അപ്പോൾ കമ്പ്യൂട്ടറിന് നമ്മുടെ ഈ ടെക്സ്റ്റ് ഡോക്യുമെൻറ്റിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഈ ടെക്സ്റ്റ് ഡേറ്റയെ നമ്മളൊരു ന്യൂമറിക്കൽ ഫോമിലാണ് റെപ്രസെൻ്റ് ചെയ്യുക. അതായത് നമ്മുടെ കയ്യിലുള്ള ഇമെയിൽ ഡോക്യുമെൻറ്റ്, അതിനകത്തുള്ള ഓരോ യുണീക്ക് വേർഡിനെയും നമ്മളൊരു ന്യൂമറിക്കൽ വെക്റ്ററായിട്ട് റെപ്രസെൻ്റ് ചെയ്യും. ഓരോ യുണീക്ക് വേർഡിനെയും ഒരു ന്യൂമറിക്കൽ വെക്റ്ററായിട്ട് റെപ്രസെൻ്റ് ചെയ്യും. അപ്പോൾ അതിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് നമ്മൾ ഫിക്സ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ വേർഡ് എംബഡിങ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് റെപ്രസെൻറ്റ് ഇൻഡിവിജ്വൽ വേർഡ്സ് ആസ് റിയൽ വാല്യൂഡ് വെക്റ്റേഴ്സ് ഇൻ എ പ്രീ ഡിഫൈൻഡ് വെക്റ്റർ സ്പേസ്. അപ്പോൾ ഇങ്ങനെ വേർഡ് എംബഡിങ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടെക്നിക്കുകളാണ് വേർഡ് ടു വെക്, ഗ്ലോ, ഫാസ്റ്റസ്റ്റ്, ദെൻ എൽമോ. അപ്പോൾ നമ്മൾ പറഞ്ഞു, ഒരു പ്രീ ഡിഫൈൻഡ് വെക്റ്റർ സ്പേസിലാണ് നമ്മൾ നമ്മുടെ ഓരോ വേർഡിനെയും റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിലിപ്പോൾ ഒരു വേർഡ് ഉണ്ട്. ആ വേർഡിനെ നമ്മൾ ഒരു 100 ഡയമെൻഷണൽ വെക്റ്ററായിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത് വിചാരിക്കുക. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു എക്സാമ്പിൾ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ബേസ്ബോൾ എന്നുള്ള വേർഡ്, ആ വേർഡിനെ ഞാൻ വേർഡ് ടു വെക് വെച്ചിട്ട് 100 ഡയമെൻഷണൽ സ്പേസിനകത്ത് റെപ്രസെൻ്റ് ചെയ്തിരിക്കുകയാണത്. അപ്പോൾ ബേസ്ബോൾ എന്നുള്ള വേർഡിന് ഒരു 100 ഡയമെൻഷണൽ വെക്റ്റർ റെപ്രസെൻറ്റേഷനാണ് കാണുന്നത്. ഇപ്പോൾ നമ്മളിപ്പോൾ അസ്യൂം ചെയ്തത് നമ്മുടെ കയ്യിലൊരു ഇമെയിൽ ഡേറ്റ ഉണ്ടെന്നാണ്. അപ്പോൾ അങ്ങനെ ഒരു ഇമെയിൽ ഡേറ്റ ആണ് നമ്മളിപ്പോൾ അസ്യൂം ചെയ്യുന്നത്, നമ്മുടെ കയ്യിൽ ഉണ്ടെന്ന് അസ്യൂം ചെയ്യുന്നതെങ്കിൽ അതിനകത്തുള്ള ഓരോ വേർഡും ഈ ഒരു ഫിക്സ്ഡ് സൈസ് ആയിരിക്കാം. ഈ ഫിക്സ്ഡ് സൈസ് വെക്റ്റർ റെപ്രസെൻറ്റേഷൻ ആയിരിക്കണം ഓരോ വേർഡിനും നമ്മൾ കൊടുക്കേണ്ടത്. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള വേർഡ് എന്ന് പറയുന്നത് ഐ പ്ലേ ബേസ്ബോൾ എന്ന് മാത്രമാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓരോ വേർഡും, അതായത് ഐ, പ്ലേ, ബേസ്ബോൾ, ഈ 3 വേർഡും ഒരു 100 ഡയമെൻഷണൽ വെക്റ്ററായിട്ടായിരിക്കണം റെപ്രസെൻ്റ് ചെയ്യേണ്ടത്. ഇനി അതിൻ്റെ ഒരു വേർഡ് ടു വെക് യൂസ് ചെയ്തുകൊണ്ട് ഇതിൻ്റെ ഒരു പ്രോഗ്രാമിക് സൈഡ് കൂടി നമുക്ക് നോക്കാം.